ഹായ്, ഞാൻ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് മത്തി നല്ലോണം വാഷ് ചെയ്തെടുക്കാം. ഒരു 1/2 kg മത്തിയാണ് എടുത്തിരിക്കുന്നത്. അരപ്പിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ കഷ്ണം പുളി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം, ഒരു 4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ചട്ടി ചൂടായിട്ട് നമുക്ക് അരപ്പ് അതിലോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. മിക്സിയിൽ ജാറിൽ അത് കലക്കിയിട്ട് നമുക്കത് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി അരിഞ്ഞ് അരപ്പിൽ ചേർക്കാം. ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് ഉപ്പും ആവശ്യത്തിന് ചേർക്കാം. ഞാനിതിൽ പച്ചമാങ്ങ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ഇടാം. നല്ല ടേസ്റ്റാണ് കറിക്ക്. അതുകൊണ്ടാണ് പുളി കുറച്ച് ചേർത്തത്. അങ്ങനെ മാങ്ങയും ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം. നല്ലോണം ഒന്ന് തിളച്ച് വരണം. അതിനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പം അതൊക്കെ ഒന്ന് നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇതിപ്പോൾ ഇത്തിരി കട്ടിയായി, അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തു. എന്നിട്ട് നമുക്ക് മീൻ ചേർക്കാം കേട്ടോ. മീനും ചേർത്തിട്ട് എല്ലാ മീനും ഇതുപോലെ ഉണ്ടാക്കാം. ഞാൻ ഇത് മത്തി മീനാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ കറി. ചോറിനും പുട്ട്, അപ്പം, ദോശ എല്ലാത്തിനും നല്ലതാണ് ഈ കറി. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് താളിച്ചിടണം. അതിനായിട്ട് ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും 1 സ്പൂൺ ഉലുവയും ഇട്ടിട്ട് താളിച്ച് അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്ന മത്തിക്കറി ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.